ഹലോ നമസ്കാരം. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കാണുകയുണ്ടായി. അതായത് നമ്മുടെ ഈ ആത്മാക്കളെയൊക്കെ വിളിച്ച് സംസാരിക്കുന്ന ഒരു പെൺകുട്ടിയുണ്ടല്ലോ, അവരുടെ പേര് ഞാൻ മറന്നുപോയേ. എന്നാലും ആ കുട്ടി നമ്മുടെ കൊല്ലം സുധിയുടെ ആത്മാവിൻ്റെ അടുത്ത് സംസാരിച്ചു. പക്ഷേ ആ സമയത്ത് കൊല്ലം സുധിച്ചേട്ടൻ വളരെ സങ്കടത്തിലായിരുന്നു സംസാരിച്ചിരുന്നത്. സുധിച്ചേട്ടൻ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല നമ്മുടെ കിച്ചുവിൻ്റെ ലൈഫിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആ ഒരു പെൺകുട്ടി തുടങ്ങിയത്. എനിക്ക് തോന്നുന്നു ഇങ്ങനെയൊക്കെ ആത്മാക്കളോടൊക്കെ സംസാരിക്കാനൊക്കെ സാധിക്കുമോ എന്ന് അറിയത്തില്ല. എന്നിരുന്നാലും അങ്ങനെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ പറഞ്ഞിട്ടുള്ള കാര്യം സത്യമായിരിക്കും കേട്ടോ. കാരണം നമ്മുടെ കൊല്ലം സുധിച്ചേട്ടൻ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് കിച്ചുവിനെ നോക്കിയത്, വളർത്തിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഫ്ലവേഴ്സ് ടിവിയുടെ ഒരു പ്രോഗ്രാമിൽ വെച്ച് നമ്മൾ സുധിച്ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. അത്രമാത്രം സ്നേഹത്തോടെ ആയിരുന്നു കിച്ചുവിനെ സുധിച്ചേട്ടൻ നോക്കിയിരുന്നത്. അങ്ങനെയുള്ളൊരു കുട്ടിയെ നമ്മുടെ രേണു കാരണം ഇത്രമാത്രം സ്ട്രഗിൾ അനുഭവിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരച്ഛൻ്റെ മനസ്സല്ലേ, അതെന്തായാലും പിടഞ്ഞിരിക്കും. അതിൽ ആ കുട്ടി പറയുന്നുണ്ട്, സുധിച്ചേട്ടൻ ഇപ്പോഴും ഋതപ്പൻ്റെയും കിച്ചുവിൻ്റെയും കൂടെയാണുള്ളത്. രേണുവിൻ്റെ പ്രവൃത്തികൾ ഒട്ടും സുധിച്ചേട്ടന് ദഹിക്കുന്നില്ല എന്ന രീതിക്കൊക്കെയാണ് ആ കുട്ടി പറഞ്ഞിട്ടുള്ളത്. സത്യത്തിൽ ഇന്ന് സുധിച്ചേട്ടൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ രേണു ഇങ്ങനെയൊന്നും ആവത്തില്ല. മാത്രവുമല്ല രേണുവിൻ്റെ മക്കളും ഈ ഒരു രീതിക്ക് പോവില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം സുധിച്ചേട്ടനുള്ള സമയത്ത് ഇവരുടെ ഫാമിലി ലൈഫൊക്കെ നമ്മൾ കണ്ടതാണ്. ഒരുപാട് വല്ലായ്മയും ഇല്ലായ്മയൊക്കെ ഉണ്ടായിട്ട് പോലും അവർ വളരെ ഹാപ്പി ആയിട്ടായിരുന്നു ജീവിച്ചിരുന്നത്. എന്നാലും സുധിച്ചേട്ടൻ്റെ വിയോഗം സത്യം പറഞ്ഞ് ഇവരുടെ 3 പേരുടെയും താളം തെറ്റിച്ചു എന്നുള്ളത് വലിയൊരു വസ്തുതയാണ് കേട്ടോ. പക്ഷേ എന്നിരുന്നാലും സുധിച്ചേട്ടൻ പൊന്നുപോലെ കൊണ്ടു നടന്ന കിച്ചുവിനെ രേണുവിൻ്റെ ഭാഗത്തുനിന്നുള്ള ഈ ഒരു പ്രവൃത്തി കൊണ്ട് ഇത്രമാത്രം വേദന അനുഭവിക്കുമ്പോൾ അത് ശരിക്കും കൊല്ലം സുധിയെ സ്നേഹിക്കുന്ന ഒരാൾക്കും അത് സഹിക്കാൻ പറ്റിയെന്ന് വരില്ല കേട്ടോ. പോലും വളർത്തമ്മയും സ്വന്തം അമ്മയും കൂടെ ഇല്ലെങ്കിൽ പോലും കിച്ചുവിനെ സ്നേഹിക്കുന്ന ഒരുപാട് അമ്മമാർ ഇന്ന് ഈ കേരളത്തിലുണ്ട് കേട്ടോ. കാരണം ഒരുപാട് അമ്മമാരുടെ സ്നേഹവും പ്രാർത്ഥനയും ഒക്കെ ആ കുട്ടിക്ക് കിട്ടുന്നുണ്ട് എന്ന് അവനെ പറ്റിയുള്ള ഓരോ വീഡിയോ കാണുന്ന സമയത്തും അതിനിടയിലെ കമൻറ്റുകൾ വായിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാകും.